ഹായ് മൈ ഡിയേഴ്സ്, ഞാൻ ഈ കാട്ടുകൂടെ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങ് ഇറങ്ങിയതാണ് ഞങ്ങളെല്ലാവരും കൂടെ. പെട്ടെന്നുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് ഇവിടേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വഴി നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ 2-3 തവണ വണ്ടി ഒന്ന് വളയ്ക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ ആരോടും ചോദിക്കാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അവിടെ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങളിതാ സ്ഥലത്തെത്തി. നമ്മൾ കോഴിക്കോട് കൊയിലാണ്ടിയുള്ള പാറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നതും അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്നതും. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബീച്ച് പേഴ്സൺ ഒന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സൺസെറ്റ് കാണാൻ, അതുപോലെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ തിര കണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലും കൂടുതൽ എനിക്കിഷ്ടം ഈ മലയുടെ മുകളിൽ കയറുക അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിൽ പോവുക. സത്യം പറയാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ ഈ മല കയറി പോവാം, അതുപോലെ തന്നെ ബീച്ചാണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ചിൽ കളിക്കാം. അങ്ങനെ എല്ലാം കൂടെ രണ്ടും കൂടെ നമുക്കിവിടെ വന്നാൽ കിട്ടും കേട്ടോ. മാത്രമല്ല ഭയങ്കര പീസ്ഫുള്ളാട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അല്ലേ, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു ചെടി കണ്ട മുള്ളുങ്കായ. നമ്മളവിടെ മുള്ളുങ്കായ എന്നാണ് പറയുക. ഇതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു കുഞ്ഞു കായകളുണ്ടാവും. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും വയലിൽ കൂടെയൊക്കെ പോകുമ്പോൾ പറിച്ച് കഴിക്കാറുണ്ടായിരുന്നത്. ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നൊന്ന് പറയണേ. പിന്നെ ഞാൻ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സീനറി എനിക്ക് കിട്ടി മക്കളെ. കിഡിൽ എനിക്കെന്തോ ഭയങ്കര പ്രത്യേക ഇഷ്ടമായിട്ടോ അതിനോട്. അങ്ങനെ ഞങ്ങൾ ഇരുടാവാൻ നിൽക്കാതെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ലവ് യു.